പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇന്നത്തെ വിശുദ്ധ ഏവങ്കലിയൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് ശുദ്ധിയുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നതായ ഒരു വിഷയം യേശുദമ്പുരാൻ നിക്കോദിമോസ് എന്ന് പറയുന്ന പരീക്ഷാ പ്രമാണിയും റബിയുമായിരിക്കുന്ന ഒരുവൻ്റെ അടുക്കലേക്ക് കടന്നു എന്ന് അവനുമായി സംസാരിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ. ഈ പരീക്ഷ പ്രമാണിയായിരിക്കുന്ന നിക്കോദിമോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നല്ലവനായ ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണം എന്നുള്ളതായൊരു ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. അവൻ നല്ലവനായ ഗുരുവാണെന്ന് റബിയാണെന്ന് മനസ്സിലാക്കാൻ ഈ നിക്കോദിമോസിന് സാധ്യമായി തരുന്നത്. നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് കടന്നു ചെല്ലുന്നത്. അവനെ പരീക്ഷിക്കാനോ അവനെ ഇല്ലായ്മ ചെയ്യാനോ ഉള്ളൊരു ചോദ്യമായിരുന്നില്ല നിക്കോദിമോസിൻ്റേത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും, സത്യസന്ധമായി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ ഒരു ചോദ്യം, ഒരു സംശയം നിത്യജീവൻ അവകാശമാക്കണമെന്നുള്ള യഥാർത്ഥമായ ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് നിക്കോദിമോസ് കർത്താവിനോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നിക്കോദിമോസിൻ്റെ തുടർന്നുള്ള ജീവിത കാലഘട്ടം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അവൻ കടന്നുപോയി. കർത്താവിൻ്റെ മരണത്തിൻ്റെ സമയം വരെ, ക്രൂശിൻ്റെ ചുവട് വരെ ക്രിസ്തുവിനോട് പിൻപറ്റി വരുന്നവനായ നിക്കോദിമോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അരിമത്യക്കാരനായ യൗസേപ്പും നിക്കോദിമോസും കൂടെയാണ് കർത്താവിന് മൃതശരീരം കുരിശിൽ നിന്ന് ഇറക്കുന്നതും ആരെയും ഇന്ന് വരെ വച്ചിട്ടില്ലാത്ത കല്ലറകളിൽ സംസ്കരിക്കപ്പെടുന്നതും. നിക്കോദിമോസിൻ്റെ വലിയ ശ്രമഫലമായി അദ്ദേഹത്തിൻ്റെ ധനാഢ്യനായിരുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കർത്താവിൻ്റെ കബറിടത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതും കല്ലറയിൽ സമർപ്പിക്കപ്പെടുന്നതും സുഗന്ധദ്രവ്യങ്ങളായി സമർപ്പിക്കപ്പെടുന്നതുമൊക്കെ കാണുവാനായിട്ട് സാധ്യമായി തീരുമ്പോൾ നിക്കോദിമോസ് ആരാണ് എന്നൊരു ചിത്രം നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാനിടയായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന പല പരീക്ഷന്മാരും പല ചോദ്യങ്ങളും പല സംശയങ്ങളും ക്രിസ്തുവിനോട് ഉന്നയിച്ചിട്ട് അവരതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും വേദനയോട് തിരിച്ചുപോയി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ്റെ വചനത്തിൽ അതിശയപ്പെട്ട് ചിലർ തിരിച്ചുപോയി, ചിലരത് ഉൾക്കൊള്ളാൻ കഴിയാതെ തിരിച്ചുപോയി, ചിലർ അതിന് വിമർശനത്തോടു കൂടെ നോക്കിക്കണ്ട് തിരിച്ചുപോയി. എന്നാൽ നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യമാണ് ക്രിസ്തുവിൻ്റെ അടുക്കൽ ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നിത്യജീവൻ അവകാശമാക്കുക എന്നുള്ളത്. ന്യായപ്രമാണത്തിൽ നിന്ന് എവിടെയൊക്കെയോ വായിച്ച് മനസ്സിലാക്കി വച്ചിട്ടുള്ളതിൽ നിന്നാണ് അവൻ ആ ചോദ്യത്തെ കർത്താവിനോട് ചോദിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ക്രിസ്തു അവനോട് പറയുന്ന മറുപടി, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കപ്പെടണം. വീണ്ടും ജനിക്കാതെ ഒരുവന് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് സാധ്യമായി തീരത്തില്ല. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ജനിച്ചു, ഇത്രയും കാലം ജീവിച്ചവനാണ്, ഇത്രയും പ്രായമായവനാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് ഞാൻ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമാണ് അവൻ കർത്താവിനോട് ചോദിക്കുന്നത്. ക്രിസ്തു അവനോട് പറയുന്ന മറുപടി, ആത്മാവിലും വെള്ളത്താലും വീണ്ടും ജനിക്കാതിരുന്നാൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ മനുഷ്യനെ നയിക്കുവാനിടയായിത്തീരുന്ന ഒരു സാഹചര്യത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയും, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ മാമോദീസ തൊട്ടിയിൽ കൂടെ വീണ്ടും ജനനം പ്രാപിക്കപ്പെടുമ്പോഴാണ് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുക. സുറിയാനിസഭയുടെ മാമോദീസായുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവനെ നിത്യജീവൻ്റെ അവകാശിയാക്കി തീർക്കണമേ, നിത്യജീവനിലേക്ക് ഇവനെ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാമോദീസ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും അവനെ മാമോദീസ വെള്ളത്തിൽ മുക്കുന്നതും. മാമോദീസ വെള്ളത്തിൽ നിന്ന്, മാമോദീസ തൊട്ടിയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുമ്പോൾ നിത്യജീവൻ്റെ അവകാശിയായിട്ട് തന്നെയാണ് അവൻ കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും ജലത്താലുമുള്ള കഴുകൽ പ്രാപിക്കപ്പെട്ട്, സ്നാനം പ്രാപിക്കപ്പെട്ട്, വിശുദ്ധിയുടെ ആത്മാവിൽ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വീണ്ടും ജനനത്തിൻ്റെ ഒരു മഹത്വകരമായ അനുഭവമാണ് വിശുദ്ധ മാമോദീസായുടെ കൂദാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മാമോദീസായുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ്റെ അനുഭവത്തിൽ ജീവിക്കപ്പെടുക എന്നുള്ളതാണ് കരണീയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ മാമോദീസയേറ്റവരാണ്, പുതുജനനം പ്രാപിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുതുജനനത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടണം. അനുദിന ജീവിതത്തിൽ പുതുജനനം പ്രാപിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും പോയി മാമോദീസ ഏൽക്കുക എന്നുള്ളതല്ല,
ജീവിതത്തിൻ്റെ പാപങ്ങളെ അനുദിന ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കപ്പെടുവാൻ കഴിയുമ്പോൾ മാത്രമാണ് നാം വീണ്ടും ജനനത്തിൻ്റെ അല്ലെങ്കിൽ പൊതുജനനത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക എന്ന് പറയുന്നത്. ഒരിക്കൽ ജനിച്ചവൻ രണ്ടാമത് ജനിക്കാത്തവൻ 2 മരണം പ്രാപിക്കും. എന്നാൽ 2 ജനനം പ്രാപിച്ചവൻ 1 മരണമേ ഉള്ളൂ. 2 ജനനം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിൻ്റെ അനുഭവമാണ്. മാമോദീസ വഴിയായി വീണ്ടും ജനനം പ്രാപിക്കപ്പെട്ടവൻ അവന് 1 മരണമേ ഉള്ളൂ. അത് ഈ ലോകത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന ഈ ശരീരത്തിൻ്റെ മരണം മാത്രമാണ്. എന്നാൽ അങ്ങനെ 2ാം ജനനം പ്രാപിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് 2 മരണമുണ്ട്. അത് ശാരീരിക മരണമുണ്ട്. രണ്ടാമത് ന്യായവിധിയുടെ നാളിൽ അവന് നിത്യ നരകത്തിലേക്ക് തള്ളിയിടും. അത് 2ാം മരണം എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഇപ്പോൾ 2 മരണം പ്രാപിക്കുന്നതിനേക്കാൾ 2 ജനനം പ്രാപിക്കപ്പെടുക എന്നുള്ളതാണ് അഭികാമ്യം എന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും. നിത്യജീവൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധ്യമായി തീരണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, സുറിയാനിക്കാരൻ നിത്യജീവൻ്റെ അനുഭവത്തിൽ പ്രവേശിച്ചവനാണ്. പക്ഷേ ആ അനുഭവത്തിലാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടുവാൻ, ആ അനുഭവത്തെ ജീവിതത്തിൽ സ്വായത്തമാക്കി തീർക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ എന്നാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് ഞാൻ ആരാകണമെന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ആ ഇടത്തിലേക്കുള്ള എൻ്റെ മടക്കയാത്രയാണ് എൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമുക്ക് കാണാൻ സാധ്യമായി തീരുക. ഞാൻ ആരായിരിക്കണമെന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അവിടേക്കുള്ള എൻ്റെ മടങ്ങിപ്പോക്കാണ് എൻ്റെ മാനസാന്തരമെങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ്, ഒരു പൊതുജനനത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന്, പൊതുജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ലോകത്ത് ജീവിതത്തെ നയിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന്, മനസ്സാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്ന ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന്, നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരാൻ, നിത്യജീവൻ്റെ അവകാശികളായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായി നിക്കോദിമോസിനെ പോലെ വീണ്ടും ജനനം പ്രാപിക്കപ്പെട്ടിട്ട് അവനോട് ചേർന്ന് നടക്കാൻ, അവൻ്റെ മരണം വരെ അല്ല അവൻ്റെ ഖബറടക്കം, അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അവനോടൊപ്പമായിരുന്ന നിക്കോദിമോസിനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടാൻ, പൊതുജീവൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ, നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരാൻ ദൈവം നമ്മിടയാക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ച് വാക്കുകളെ നിർത്തുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതുജീവൻ അനുഭവത്തിൽ കൂടെ നിത്യജീവൻ അവകാശിപ്പാൻ കർത്താവിടയാക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം, തന്ന വചനത്തിനായി സ്തോത്രം. നിക്കോദിമോസിനെ പോലെ ഒരു പുതുജീവൻ്റെ അനുഭവത്തിൽ കടന്നു വരുവാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ, സ്വർഗീയമായ അനുഭവത്തിൽ കൂടെ ജീവിതത്തെ നയിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.